ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്ന പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ ചെറുപ്പകാലം. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണക്കാർക്ക് എടുത്താൽ മതി. നമ്മുടെ ഈ ഒരു പിണറായി വിജയനെയാണോ രാഷ്ട്രീയ പ്രതിയോഗികൾ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും പലതരത്തിൽ ഒരു വ്യക്തിഹത്യ നടത്തുകയൊക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ കുറച്ചു നേരത്തെ കുട്ടികളുമായ സംഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹത്തെ വിളിക്കാത്ത പേരില്ല, സ്വർണ്ണക്കള്ളൻ. ഇനി വേണ്ട, അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഒരു ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി എല്ലാ തരത്തിലും അധിക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരവസാന പരമ്പരയിൽപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ VS അച്യുതാനന്ദനോ അല്ലെങ്കിൽ അതിന് മുന്നിൽ മൺമറഞ്ഞു പോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ മാത്രമായിരിക്കും അത്തരം ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് വളരെ സുഭിക്ഷമായ അല്ലെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷത്തുള്ള ഇപ്പോൾ VD സതീശനെ പോലെയുള്ളവർ, ഇനി ഭാവിയിൽ മുഖ്യമന്ത്രിയാകുമെന്ന് പറയപ്പെടുന്ന VD സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ K മുരളീധരനോ ഇനി ആരാവട്ടെ KC വേണുഗോപാലോ, അവർക്കൊന്നും ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ശ്രീ പിണറായി വിജയൻ അനുഭവിച്ച് കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ഇന്ന് ഈ പ്രതിപക്ഷം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനേ ആകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന കാലത്ത് അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയിലെ അനീതികൾക്കെതിരെ മനസ്സിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയം കൈമുതലാക്കിയ ഒരു മനുഷ്യൻ ഒരിക്കലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി ചെയ്യാനോ അല്ലെങ്കിൽ അനീതിക്ക് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കാനോ കഴിയുമെന്ന് കരുതാൻ തീരെ നിവൃത്തിയുള്ളതായി തോന്നുന്നില്ല. കാരണം അത്തരം ഒരു സാഹചര്യങ്ങളിൽ ജനിച്ച മനുഷ്യൻ ഒരിക്കലും അത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസം. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പല വിധത്തിലുള്ള അധിക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഈ 10 വർഷം ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഉന്നയിക്കാത്ത ഒരു അഴിമതി ആരോപണങ്ങളുമില്ല. ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ, ഈ നിമിഷം വരെ അതിൻ്റെ ഒരു തരി പോലും തെളിയിക്കാനായി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തിനേറെ ഈ ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയെ പോലും ഈ മുഖ്യമന്ത്രിയിൽ കൊണ്ട് ചെന്ന് കിട്ടാനുള്ള ഒരു വ്യഗ്രത എല്ലാവരും കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തുനിന്നുള്ള എല്ലാവരും അതിനുള്ള ഉത്സാഹത്തിനാണ്. കാരണം എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. പ്രതിപക്ഷത്തിന് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ ദൗത്യമാണ്. അതിനവർക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ തീച്ചുളയിൽ വളർന്നു വന്ന ഈ പിണറായി വിജയൻ എന്ന വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ അതിനെ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ അപഹസിച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ അധികാരത്തിലേക്കുള്ള അവരുടെ യാത്ര വളരെ സുഗമമായിരിക്കുമെന്ന് അവർക്കറിയാം. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പിണറായി വിജയനെ ഇത്ര ഭയപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കേട്ടാൽ തന്നെ അറിയാം. അത് നമുക്ക് അദ്ദേഹം തന്നെ ഈ കുഞ്ഞുങ്ങളുമായി സംവദിക്കുന്നതിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് കേട്ടു നോക്കാം. ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കോ, അതേവരെ പഠിപ്പിക്കണം, ആ വാക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. അപ്പോൾ അന്ന് UP സ്കൂളിൽ ESLC എക്സാമിനേഷൻ ഉണ്ട്, ആദ്യത്തെ പൊതുപരീക്ഷയാണ്. ആ ESLC എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. ആ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭദ്രാവതിയിലുണ്ടായിരുന്നു, അവിടെ ഞാൻ പോയിരുന്നു. വെറുതെ പോയതാണ്. പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്ക് കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. പാസ്സായി എന്ന് വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. ഒരു വർഷം പിന്നെ അപ്പോൾ അടുത്ത സ്ഥലത്ത് തന്നെ നെയ്ത്ത് പണിയുണ്ട്. അപ്പോൾ അവിടെ പോയി നെയ്ത്ത് പണിയെടുത്തു ഒരു വർഷം. അതൊരു ഗുണമായി, കുറച്ച് കാശ് അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നില വന്നു. 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷമാണ് പറയുന്നത്. 10ാം ക്ലാസ്സിനപ്പുറമൊക്കെ തുടർ പഠനം നടത്തുന്ന അപൂർവം വിദ്യാർത്ഥികൾ മാത്രമേ അന്ന് നിലനിന്നുള്ളൂ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ മിക്കവാറുമൊക്കെ ഈ പിണറായി വിജയൻ സാർ പറയുന്നത് പോലെ എന്തെങ്കിലും തൊഴിലിന് പറഞ്ഞയക്കുന്നതാണ് മിക്ക
മിക്കവാറും കുടുംബങ്ങൾ ഒന്നുകിൽ കൃഷിയിലേക്ക് ഇറങ്ങും, കൃഷിയുള്ളവനാണെങ്കിൽ കൃഷിയിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ പിണറായി സാറ് പറഞ്ഞ പോലെ നെയ്ത്തു തൊഴിലാളിയോ ബീഡി തൊഴിലാളിയോ ചായപ്പീടിയ തൊഴിലാളിയോ എന്തെങ്കിലുമൊക്കെ തൊഴിലിന് വിടുക എന്നുള്ളത് മാത്രമായിരുന്നു. പെൺകുട്ടികളാണെങ്കിൽ ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കുക. 10ാം ക്ലാസ് വരെ പെൺകുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാലമേ ആയിരുന്നില്ല അന്ന്. ഇന്നുള്ള കുട്ടികൾക്കൊക്കെ അത് കേട്ടാൽ വലിയ മഹാത്ഭുതമായിരിക്കും. എന്തായാലും പിണറായി വിജയൻ സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ കഥ തുടർന്നും പറയട്ടെ. എന്തിനാണ് ഇത് കേൾക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ കേരളക്കാർ കേൾക്കണം. ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന മലയാളികൾ, പിണറായി വിജയൻ കടന്നു വന്ന നാൾവഴികളുടെ തീക്ഷ്ണാനുഭവങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന വിധത്തിൽ, ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിയായി തീരാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തുക, പ്രേക്ഷകർ വിലയിരുത്തുക, മലയാളികൾ വിലയിരുത്തുക. എന്നാൽ ബാക്കി കൂടെ അദ്ദേഹം പറയുന്നത് നമുക്കൊന്നും കൂടെ കേട്ടു നോക്കാം. അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ, അതിനകത്ത് ഇത് വെക്കും, ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല, ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരുടെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിലക്കങ്ങ് എടുത്താൽ മതി. നമ്മുടെ പിണറായി വിജയൻ സാർ പറഞ്ഞ ഈ ഡ്രസ്സിൻ്റെ കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മിക്കവാറും കുട്ടികൾക്കൊക്കെ അന്ന് ഒരേ ഒരു കളറുള്ളത്, മിക്കവാറും ഒരു വെള്ള കളറോ അല്ലെങ്കിൽ കാക്കി ട്രൗസർ, കാക്കി ഷർട്ട്, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ കാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് 2-3 കൊല്ലത്തിന് മാറ്റേണ്ട കാര്യമില്ല. നല്ല കട്ടിയുള്ള യൂണിഫോം പോലെയുള്ള തുണികളൊക്കെ കൊടുത്തിട്ടാണ് അക്കാലത്ത് ഈ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഒരു തുണി, പുതിയ തുണി കിട്ടുക എന്ന് പറഞ്ഞാൽ ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെയാണ്. ഇന്നത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ പറഞ്ഞ് കളിയാക്കുമായിരിക്കും. എന്തായാലും അതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം തീക്ഷ്ണാനുഭവങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ കേരളം ഇന്ന് അധിക്ഷേപിക്കുന്നത്, അപഹസിക്കുന്നത് എന്നുകൂടി പറയാൻ വേണ്ടിയാണ്. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി, അത് ഏറ്റവും പ്രധാനമാണ്. ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്ന പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ ചെറുപ്പകാലം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനമ്മമാരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാം നിങ്ങളുടെ പഠിത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യമെടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുകയായിരിക്കും അച്ഛനും അമ്മയൊക്കെ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതി. ഇരിക്കും ചോദിച്ചാലിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചുറ്റുപാടും അങ്ങനെ പഠനത്തെ പിന്താങ്ങാൻ പറ്റുന്ന അധികം ആളുകളില്ല. ആ പഴയ തലമുറ എന്ന് പറയുന്നതിൽ ആ തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണ ലഭിക്കുക എന്നുള്ളത് അന്ന് അത്ര പ്രായോഗികമല്ല. അതാണ് ഒരവസ്ഥ. പിന്നെ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റേതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പിറക്കുന്നത്. എൻ്റെ അച്ഛനൊരു ചെത്തുതൊഴിലാളിയാണ്. അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കാർഷിക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധാരണ ഒരു കുടുംബം ഒരു 5ാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ്. അപ്പോൾ വളരെ വിശദമായി പോണോ? പറയണം സാർ, കുട്ടികൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്.
അപ്പോൾ ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ടെന്താ കാര്യം, ഇനി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കിട്ടുന്നുണ്ട്. ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും, അത് കെട്ടിക്കൊടുക്കും കുട്ടി മുന്നിലിരുന്നിട്ട്. അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി. പഠിപ്പിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു. ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ, പഠിക്കുന്നിടത്തും വരെ പഠിക്കണം, അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്നു. അയാളൊരു ബീഡിപ്പണിക്കാരനാണ്. അപ്പോൾ ഇവനെ കൂട്ടണമെന്ന് പറഞ്ഞു. അവനത്ര അതിനൊന്നും കൂട്ടാനൊന്നും ആയിട്ടില്ല, അവനും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി. അപ്പോൾ നാട്ടിലൊരു പ്രധാനിയായിട്ടുള്ള മറ്റൊരു ബീഡി തൊഴിലാളിയുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായി വന്ന ഒരാളാണ് അയാൾ, രക്ഷിതാവിനെ പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അവനൊന്നും ഇപ്പം ജോലിക്കൊന്നും പോകണ്ടാവോ, ജോലിയല്ല പണിയാണ്, പണിക്കൊന്നും പോകണ്ട, ഇവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UP സ്കൂളിലായി. UP സ്കൂളിലായപ്പോൾ അവിടെ എൻ്റെ ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. ഒരു മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക, വിദ്വാൻ വി ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രം പറഞ്ഞു. ഇതായിരിക്കില്ല കേട്ടോ, എൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊരു വാർത്തയാണ്. അതൊരു സംഭവമായിട്ട് മാറി. അങ്ങനെ അവിടെ അമ്മ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഏതാ പ്രസവ സമയത്തായിരുന്നു എന്ന് ചോദിച്ചു. അന്നൊന്നും ഈ കൃത്യമായിട്ട് സമയം എഴുതി വെക്കുന്ന സമയമില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ്. അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ്. ഞാൻ എഴുതിത്തരാം ഇവൻ്റെ ജാതകം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ജാതകം എഴുതി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് എന്നിട്ട് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കോ, അതേവരെ പഠിപ്പിക്കണം, ആ വാക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. പിണറായി വിജയനിൽ നിന്ന് ഇത്തരം തുറന്നു പറച്ചിൽ നമ്മൾ അപൂർവമായേ കേട്ടുള്ളൂ. വളരെ നിഷ്കളങ്കമായി, വളരെ ഓപ്പണായി, സാധാരണ മനുഷ്യനായി, സാധാരണക്കാരോട്, കുട്ടികളോട് സംവദിക്കുന്ന പിണറായി വിജയനെ നമ്മൾ അപൂർവമായേ കണ്ടുള്ളൂ. പലരും പറയുന്ന ദേഷ്യപ്പെടുന്ന ആള്, വളരെ ക്രൂരനായ മനുഷ്യൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കടന്നു വന്ന നാൾ വഴികളും ജീവിതാനുഭവങ്ങളും, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമുക്കറിയാം. ജ്യോതിഷത്തെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നു. അതൊന്നും മറച്ചു വെച്ചുകൊണ്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ ഓപ്പണായി സംസാരിക്കുന്ന ഇത്തരം ഒരു വ്യക്തിക്ക് ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിയെ ആയിത്തീരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, തീർച്ചയായും നമ്മുടെ കേരളത്തിനോടും ഈ സമൂഹത്തിനോടും വളരെ പ്രതിബദ്ധതയുള്ള, സമൂഹത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ തീവ്രമായ ജീവിതാനുഭവങ്ങളുള്ള ഈ മനുഷ്യന് കേരളീയരെയും മലയാളികളെയും നെഞ്ചോട് ചേർക്കാനല്ലാതെ കഴിയില്ല എന്ന് വിശ്വസിക്കാനാണ് ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്കും മലയാളി എന്നുള്ള നിലയ്ക്കും എനിക്കിഷ്ടം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. താങ്ക് യു.